പൂരം കളറാക്കാൻ പൂത്തിരി ആ കോഡിലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിലോട്ട് 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ വിൽക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വന്നത്. പൂത്തിരി എന്നുള്ളൊരു കോഡ് ഈ സംഗതി എന്താ പറയുക റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ ആകെ സ്പ്രെഡ് ചെയ്യൂത്രേ. അപ്പോൾ ഈ പൂത്തിരി എന്നുള്ള കോഡ് കാണുമ്പം ആൾക്കാർ അതിൽ നിന്ന് മേടിക്കുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതുപോട്ടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കൊച്ചിൻ്റെ മുഖം എൻ്റെ മനസ്സൊന്നും മാറുന്നില്ല, ശീതൾ സംതിങ് അതാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടീനെയും അതിൻ്റെ ബോയ്ഫ്രണ്ട് 28 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ബോയ്ഫ്രണ്ടിനെയും ഇതേപോലെ തന്നെ ഫ്ലാറ്റിൽ കേന്ദ്രീകരിച്ചിട്ട് ഈ ഡ്രഗ്സ് വിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പോലീസ് പിടിച്ചത്. ആൻഡ് പോലീസ് പിടിക്കുന്ന സമയത്ത് ഇവരൊന്നിച്ച് ഡ്രഗ്സ് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളൊരു സംഭവം കൂടെ ഞാൻ എവിടെയൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള 2 പെൺകുട്ടികളെ ഇതേപോലെ കുറച്ച് പയ്യന്മാരുടെ കൂടെ ഇതേപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സുമായിട്ട് പിടികൂടിയത്. കേരളത്തിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് 2 വശമുണ്ട്. ഒന്ന്, ഇത് ആക്റ്റീവായിട്ട് പോലീസ് പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഈ കേസ് നന്നായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് റിസർച്ചൊക്കെ നടത്തി നോക്കിയപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ 2021-2024 കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഏകദേശം 330% ഇൻക്രീസ് ഡ്രഗ്സിൻ്റെ കേസിൽ ഉപയോഗത്തിൻ്റെ കേസിൽ ഉണ്ടായിട്ടുണ്ട് അത്ര. ഏകദേശം 87,000 കേസുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആ ഒരു വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു സ്പാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കുറച്ചുകൂടെ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൽ പല ആൾക്കാരും, അതായത് ഒരു 70% ആൾക്കാർ അവർക്ക് 15-16 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇതാണ് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഇതിൽ തന്നെ ഒരു 79% കുട്ടികൾക്ക് ഡ്രഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവരുടെ സുഹൃത്തുക്കളാണ്. ഇതാണ് മറ്റൊരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ നാടിൻ്റെ ഭാവി. ഈ കുട്ടികളെയൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേയ്സ് കുട്ടികളെല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, അത് വളരെ വലിയ തെറ്റാണ്, ജനറലൈസേഷൻ ആണ്. കുട്ടികളിൽ വലിയൊരു ശതമാനം കുട്ടികളും ഇതിനകത്തോട്ട് പോയി പെടുന്നു എന്നുള്ളത് വളരെ കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനേക്കാട്ടിലും മുകളിൽ കിടക്കുന്നൊരു സംഗതി, ഇതിൻ്റെ ഉള്ളിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ടുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണത്തിലും ഒരു 120% വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇന്നാളൊരു കാര്യം കണ്ടായിരുന്നു. കണ്ണൂരുള്ള ഒരു പയ്യൻ സ്വന്തം അമ്മേനെയാണ്, ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പയ്യൻ സ്വന്തം അമ്മേനെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. പാലൂട്ടിയ കൈ തന്നെ വിട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ദഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുമാത്രമല്ല, വേറൊരു FB പോസ്റ്റിൽ ഞാൻ കണ്ണൂരിനെ കുറ്റം പറയുന്നതല്ല, കണ്ണൂരിൽ നിന്നുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്ത് പെടുന്നു എന്നും പറഞ്ഞിട്ട് കുറേ ഡാറ്റ സഹിതമുള്ള, കുറേ പിക്ചേഴ്സ് സഹിതമുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. സോ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഒരു കുട്ടി എങ്ങനെയൊക്കെ ഇതിനകത്തോട്ട് വന്ന് പെടുന്നുണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽ പല കുട്ടികളും ഈ പറഞ്ഞതുപോലെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് ഈ ഡ്രഗ്സിനെ കാണുന്നത്. കുട്ടികൾ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതൊക്കെ മോശം ബാക്ക്ഗ്രൗണ്ടിലുള്ള വീട്ടിലെ കുട്ടികളാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഹൈ അച്ചീവേഴ്സ്, യങ് പ്രൊഫഷണൽസ്, അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടികളടക്കം കുറേ ആൾക്കാർ ഈ ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് പല കുട്ടികളും ഡ്രഗ്സിനെ കാണുന്നത്. കോപ്പിംഗ് മെക്കാനിസം ഇൻ ദ സെൻസ്, ചിലപ്പോൾ അവർക്ക് ആങ്സൈറ്റി വരുമ്പോൾ, ചിലപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സ്ട്രെസ്, ഓരോരുത്തർക്ക് ഓരോ ലെവലിലായിരിക്കുമല്ലോ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത്, ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ലക്ഷ്യമില്ല എന്ന് കാണുന്ന സമയത്ത്, ഇങ്ങനെ പല സമയങ്ങളിലും ഈ കുട്ടികൾ ഇതിനകത്ത് വന്ന് പെടുന്നുണ്ട്. പിന്നെ ചെറിയൊരു ശതമാനം ആൾക്കാർ ക്യൂരിയോസിറ്റി, ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാനിത് ട്രൈ ചെയ്ത് നോക്കും എന്ന് കരുതിയിട്ട് ഒരു പ്രാവശ്യം അതിൽ പോയി പെട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പെടുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത്, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇവരെ ഇതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചിടുന്നത് പീർ പ്രഷർ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ആൾക്കാരുടെ സമ്മർദ്ദമാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് ഫാമിലീസിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടി ഒരു 15-16 വയസ്സ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 10-21 വയസ്സാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വന്ന് അബ്യൂസ്ഡ് ആയിട്ട് പിന്നെ നമ്മൾ നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ അവരുടെ മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ഈ ഒരു സംഗതി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനായിട്ട് ഫാമിലീസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ കുട്ടി ഇതിനകത്തോട്ട് പോയി പെടാനുള്ള സാധ്യത വളരെ കുറവാണ്.
മാത്രമല്ല, നിങ്ങൾ ആ കുട്ടിക്ക് മോൻ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ മോൾ എന്ത് തെറ്റ് ചെയ്താലും ആദ്യം നമ്മളോട് പറയണം, നമ്മളത് പരിഹരിക്കാൻ കൂടെ നിൽക്കും എന്നൊരു അഷ്വറൻസ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടീനെ ഒരുമാതിരിപ്പെട്ട സിറ്റുവേഷനിലോട്ട് പോകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഇപ്പോൾ ചില പാരൻസ് ഒക്കെ പറയും നമ്മളൊക്കെ വീട്ടിൽ വളരെ അത്യാവശ്യം വൃത്തിയായിട്ടും ഇതിലൊക്കെ തന്നെയാണ് കുട്ടികളെ വളർത്തുന്നതെന്ന്. ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ ഡ്രഗ് അബ്യൂസിൽ പെട്ടിട്ടുള്ള പല കുട്ടികളുടെയും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ പാരൻസ് സൊസൈറ്റിയിൽ വളരെ നല്ല പേരൊക്കെ ഉള്ള നല്ല നല്ല പൊസിഷൻസിലിരിക്കുന്ന പാരൻസ് ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഫാമിലിയിലും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ അറിയാത്ത കുറച്ച് ഇഷ്യൂസ് ഈ ഫാമിലിയിൽ ഉണ്ടായിരിക്കും. വിച്ച് ഇസ് ലൈക്ക് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട്, ബോണ്ട്, ഇതൊക്കെ ഭയങ്കര കുറവായിരിക്കും ഫാമിലീസിൽ. ചില പാരൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് ആയിട്ടിരുന്നാൽ കുട്ടി നന്നാകും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ടു സ്ട്രിക്റ്റ് ആവുന്നതും ടു ലൂസ് ആവുന്നതും രണ്ടും ഈക്വലി ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് കുട്ടികളായിട്ട് വേണ്ടത് ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അതിൻ്റെ ഉള്ളിൽ കൂടെ ചില ബൗണ്ടറീസ് വളരെ ചെറുപ്പം തൊട്ട് ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ കുട്ടി എന്തായാലും എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തെറ്റാണെന്നല്ല പറയേണ്ടത്, അതിൻ്റെ കാര്യകാരണ സഹിതം വളരെ ഡീസൻ്റ് ആയിട്ട് കുട്ടിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ഏജ് കഴിയണം, ആ കുട്ടിക്ക് 18 വയസ്സാവണം, അങ്ങനത്തെ ഒരു കാര്യത്തിന് നിങ്ങൾ കാത്തു നിൽക്കരുത്. എത്രയും നേരത്തെ നിങ്ങൾ ഈ അബ്യൂസുകളെ കുറിച്ചിട്ട് കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നോ അത്രയും നേരത്തെ നമുക്ക് ആ കുട്ടീനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഞാൻ വേറൊരു റീസൺ പറഞ്ഞു, പല കുട്ടികൾക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല, വളരെ ബോർഡായിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി പെടുന്നതെന്നുള്ളത്. സോ അതിലും ചില സമയത്തൊക്കെ വീട്ടുകാരുടെ ഫെയിലിയർ ഉണ്ട്. അതായത് ഒരു കുട്ടീനെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇത് ഭയങ്കര ഒരു ടാസ്ക്കാണ് ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കുട്ടിക്ക് നല്ല ലഹരികൾ പരിചയപ്പെടുത്തും. നല്ല ലഹരി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വായന, അതുപോലെ തന്നെ നല്ല നല്ല സ്പോർട്സിലൊക്കെ കുട്ടികളെ കൊണ്ട് ചേർത്താൽ കുറച്ച് അഡ്വഞ്ചറസ് ആകുമ്പോഴത്തേക്കും അവിടെ ഇരുന്നാൽ മതി, അടങ്ങി ഒതുങ്ങിയെന്ന് പറയുന്ന പാരൻസ് നമ്മുടെ നാട്ടിൽ ഭയങ്കര കൂടുതലാണ്. പക്ഷേ കുട്ടികളെ നമ്മൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലൊക്കെ കൊണ്ട് ചേർക്കുക. സോ ദാറ്റ് അവർക്ക് അവരുടെ ലൈഫിലൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻഡ് ആണ് ആ കുട്ടികൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു ബോധം ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരിക്കലും ഈ ബോർഡം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ കൊണ്ടിട്ടിട്ട് അവരതിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. സോ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇതും പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട് സർക്കിളിനെ എപ്പോഴും നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓഡിറ്റ് ചെയ്യുന്ന സെൻസ് അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല. കുട്ടിയുടെ ഫ്രണ്ട് സർക്കിൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലോട്ട് പോകുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ വളരെ ഭംഗിയായിട്ട് അവരെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ കുട്ടിയുടെ ഫ്രണ്ട് സർക്കിളിനെയൊക്കെ സപ്പോസ് നിങ്ങൾക്ക് വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് വെക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പീർ പ്രഷറിൽ നിന്നാണ് പല കുട്ടികളും ഇതിലോട്ട് പോകുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രഗ്സ് വിൽക്കാനൊക്കെ ഇറങ്ങുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ഇവരിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പല ആൾക്കാരും ലക്ഷറിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവരൊരു നോർമൽ ജോബ് ചെയ്താൽ ഇവർക്ക് ആവശ്യമുള്ള ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ ഇവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. സോ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 2.5 കോടി രൂപയുടെ ഹാഷ് ഷോയിൽ എന്നൊക്കെ പറയുമ്പോൾ എന്തോരം കാശായിരിക്കും ഇവർക്ക് കമ്മീഷനോ വരുമാനമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ ഒരു സംഗതി ചെയ്യുമ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആർഭാടങ്ങൾക്കൊക്കെയുള്ള പൈസ ഇവർക്ക് കിട്ടും. സോ ബേസിക്കലി പിള്ളേരൊക്കെ മെറ്റീരിയൽ തിങ്സിൻ്റെയും എക്സ്പീരിയൻസുകളുടെയും പുറകെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മൂല്യങ്ങളില്ലാണ്ട് വളർന്നതാണ്. ഈ മൂല്യങ്ങളില്ലായ്മ പലപ്പോഴും വീടുകളിൽ നിന്ന് വരുന്നതായിരിക്കാം. കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളൊരു മൂല്യം അല്ലെങ്കിൽ എന്താണ് ലൈഫിനെ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഒരാൾ ചെയ്യേണ്ട സർവീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും കുട്ടികൾക്ക് ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എഗൈൻ അവർ വഴിതെറ്റി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ കുട്ടികൾക്ക് മൂല്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. മൂല്യങ്ങളെക്കാട്ടിലും ചെറുതാണ് മെറ്റീരിയൽ തിങ്സ് എന്നുള്ളൊരു ബോധം അവർക്ക് ചെറിയ പ്രായം തൊട്ട് ഉണ്ടാവണം. പണ്ടൊക്കെയുള്ള കുട്ടികൾക്ക് അത് ഉണ്ടായിരുന്നു. ലൈക്ക് അവർക്ക് കഷ്ടപ്പാടിൻ്റെ വില അറിയാമായിരുന്നു, ബുദ്ധിമുട്ടിൻ്റെ വില അറിയാമായിരുന്നു, വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാമായിരുന്നു. എല്ലാവരും പുണ്യാളന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മെറ്റീരിയൽ തിങ്സിനോടുള്ളൊരു കുട്ടികളുടെ താല്പര്യം വല്ലാണ്ട് കൂടുന്നു. അതുകൊണ്ടും കൂടി ആയിരിക്കാം ഇവർ ആ ലക്ഷറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടാസ്കിലോട്ട് പോകുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, കൊച്ചിയിൽ നിന്നൊക്കെ ഉള്ളൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് തന്നെ, ഒരു പെൺകുട്ടിയാണ്, പാതിരാത്രി ഇതുപോലെ 2 വീലറിൽ ഡ്രഗ്സ് വിൽപ്പന ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആലോചിക്കണം, നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, എന്ത് ജോലിക്കാണ് കുട്ടി പോകാൻ ഉദ്ദേശിച്ചതെന്ന് ഓർക്കണം, പിന്നെ കുട്ടി ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യം ഓർക്കണം.
പിന്നെ ചിലപ്പോഴൊക്കെ ഈ പ്രണയക്കുരുക്ക്, അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ചില ഭീഷണികൾ, അതിനൊക്കെ വഴങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഇനിയും വരാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ. എനിവേയ്സ്, ഫാമിലീസിന് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികളിനെ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ മൂല്യങ്ങളുള്ളവരായിട്ട്, അതേപോലെ തന്നെ നല്ല നല്ല അഡിക്ഷൻസ് ഇൻ ദ സെൻസ് നല്ല നല്ല ഹാബിറ്റ് ഉള്ളവരായിട്ട്, നല്ല ലക്ഷ്യബോധമുള്ളവരായിട്ട്, നല്ല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിട്ട് വളർത്തണം. ഒപ്പം തന്നെ കുട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് ചാടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പോയി പെട്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. സോ പിള്ളേരെ വളർത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ നാടിനും വീടിനും ഒക്കെ ഗുണമുള്ള, ആർക്കും ദോഷമില്ലാത്ത നല്ലൊരു കുട്ടീനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഡ്രഗ്സ് ഇഷ്യൂ അത്യാവശ്യം വളരെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ പിള്ളേർ ഇതിൻ്റെ ഉള്ളിൽ പോയി പെടാണ്ടിരിക്കട്ടെ. ഇനി ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഇതിലോട്ടുള്ള ഒരു ഇതിലോട്ട് വരാനായിട്ടുള്ള ഒരു പ്രഷർ ഈ കുട്ടിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, മക്കളെ, ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡ്രഗ്സ് കേസിലൊക്കെ പെട്ട് ജീവിതമാകെ നശിച്ചു കിടക്കുന്ന ഒരുപാട് പിള്ളേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇതിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കുറേ ക്രൈംസിലൊക്കെ നിങ്ങൾ പോയി പെട്ടാൽ ലൈഫ് ലോങ് നിങ്ങളത് റിഗ്രറ്റ് ചെയ്ത് ജീവിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. എഗൈൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് താൽക്കാലിക സന്തോഷം കിട്ടും എന്നല്ലാതെ ലൈഫ് ലോങ് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഈ ഒരു പരിപാടിനെ കൊണ്ടില്ല. പിന്നെ ബ്രേക്കപ്പിനെയൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഒരു 99% സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അതിൻ്റെ ഒന്നും പേരിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. ആ ഒരു പെയിനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുക, അതിനുള്ളിലൂടെ കടന്നു പോവുക, അതിൽ നിന്ന് പുറത്തോട്ട് വരിക. ഇതെന്നൊക്കെ പുറത്ത് വന്നിട്ട് ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും, നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പേരും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നതെന്ന്. മനക്കട്ടി എന്ന് പറയുന്നത് ഈ വക ഐറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ നല്ലപോലെ ജിമ്മിൽ പോവുക, നിങ്ങളുടെ ബോഡി നല്ല ഭംഗിയായിട്ട് നോക്കുക, നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ്ഡ് ആവുക. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ജനറേഷൻ്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ കുറച്ച് എക്സൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. അത്യാവശ്യം കുറച്ച് നോളജ് ഉള്ള, അത്യാവശ്യം കുറച്ച് ബുക്സ് ഒക്കെ വായിക്കുക, അത്യാവശ്യം കുറച്ച് സ്കിൽസ് ഒക്കെ ഉണ്ടാവുക, പിന്നെ അത്യാവശ്യം പേഴ്സണാലിറ്റി ഉണ്ടാവുക, ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഉയർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ജനറേഷനിൽ പെട്ടിട്ടുള്ള പല കുട്ടികളും ഇതിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. സോ ഫോക്കസ് ഓൺ യുവർ വെൽബീയിങ്, ഫോക്കസ് ഓൺ യുവർ കരിയറിൽ ഞാൻ അത്രയൊന്നും പറയുന്നില്ല, ഫോക്കസ് ഓൺ യുവർ ലൈഫ് കുറെ കൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ പാരൻസ് കുട്ടികൾക്ക് വളരെ നല്ല ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ടു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസിനും സൊസൈറ്റിക്ക് ആവശ്യമില്ല, ടു ലൂസ് ആയിട്ടുള്ള പാരൻസിനും കൊണ്ടും സൊസൈറ്റിക്ക് വലിയ ഗുണമൊന്നുമില്ല. രണ്ടിൻ്റെയും ഒരു ഇടയിൽ നിൽക്കുന്ന, കുറച്ച് പിടിച്ചില്ല എന്നുള്ളൊരവസ്ഥയിൽ കൊച്ചിനൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കൊടുക്കുക. ഒപ്പം തന്നെ കുട്ടീനെ കോൺസ്റ്റൻ്റ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ചെറിയ ഏജ് തൊട്ട്. അങ്ങനത്തെ എഫേർട്ട് എടുക്കുന്ന പാരൻസിനെയാണ് ലോകത്തിന് ആവശ്യം. ഡ്രഗ്സ് എന്ന് പറയുന്നൊരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലാണ്ടാവട്ടെ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, ഐ തിങ്ക് അമിത് ഷാ ഈ ഒരു നക്സലിസം ഒഴിവാക്കിയതുപോലെ, അതുപോലെ തന്നെ കുറേയധികം ഇഷ്യൂസ് ഒഴിവാക്കിയതുപോലെ നാർക്കോട്ടിക് ഫ്രീ ആക്കും എന്നുള്ളൊരു പ്ലഡ്ജ് കൂടി എടുത്തിട്ടുണ്ട്. എനിവേയ്സ്, ഐ എം ഹോപ്പ്ഫുൾ. കാരണം പറഞ്ഞാലൊക്കെ പറഞ്ഞത് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു ഇഷ്യൂയും കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാക്കാൻ അവർക്ക് സാധിക്കട്ടെ. നമുക്കും അവരുടെ കൂടെ സഹകരിക്കാം. താങ്ക് യു.